കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ട്വിസ്റ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ബീഹാറിൽ നിന്ന് ഏറ്റവും പുതിയ വാർത്ത. ഇന്ന് നിർണായകമായ ദിനം. ഇന്നൊരു തീരുമാനത്തിലേക്ക് നിതീഷ് കുമാർ എത്തും. NDA മുന്നണിയിലേക്കുള്ള പ്രവേശനം പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒപ്പം തന്നെ ഗവർണറെ 11:30 കാണാൻ പോകുന്നു എന്നൊരു വിവരം കൂടി ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഏതായാലും BJP NDA കൺവീനർ സ്ഥാനം ഉൾപ്പെടെയുള്ള വമ്പൻ ഓഫറാണ് നിതീഷ് കുമാറിന് നൽകിയിരുന്നത്. 2025 NDAയുടെ കൺവീനർ സ്ഥാനം നിതീഷിന് നൽകാമെന്നൊരു ഓഫർ BJP നൽകിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഒപ്പം തന്നെ BJPക്ക് 2 ഉപമുഖ്യമന്ത്രിമാരുണ്ടാകും. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കൂടുതൽ സീറ്റിൽ മത്സരിക്കും. ഒപ്പം തന്നെ ചിരാഗ് പാസ്വാനെ കൂടെ കൂട്ടിക്കൊണ്ടായിരിക്കും. കാരണം ചിരാഗ് പാസ്വാനും നിതീഷ് കുമാറും ബദ്ധ ശത്രുക്കളാണ്. ഈ ചിരാഗ് പാസ്വാനാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷിൻ്റെ സീറ്റ് കുറച്ചത് എന്നുള്ളൊരു വലിയ അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ചിരാഗ് പാസ്വാനെ കൂടെ കൂട്ടി മുന്നണി വിപുലീകരിച്ച് മുഴുവൻ സീറ്റുകൾ നേടുക എന്നാണ് BJPയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ BJP കൂടുതൽ സീറ്റുകളിലേക്ക് മത്സരിക്കും. നിയമസഭയിലേക്ക് എത്തുമ്പോഴേക്കും JDUവിന് കൂടുതൽ സീറ്റുകൾ നൽകാം എന്നൊരു ധാരണയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഏതായാലും നിതീഷ് പഴയതുപോലെ തന്നെ വീണ്ടും മറുകണ്ഠം ചാടിയിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. ഇന്ന് തന്നെ ഗവർണർക്ക് രാജിക്കത്ത് സമർപ്പിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ RJDയുടെ മന്ത്രിമാരെയൊക്കെ നിതീഷ് പുറത്താക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.